എടാ സുനി, കല്യാണം എന്ന് പറഞ്ഞാൽ KSRTC ബസ് പോലെ അല്ലേ? അങ്ങനെ പറഞ്ഞേ അല്ല, നമ്മൾ കുറേ നേരം ബസ്സും കാത്തിരിങ്ങനെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യും. അവസാനം ഏതെങ്കിലും ഓർഡിനറി കയറിയിട്ട് നമ്മളങ്ങ് പോകും. അവസാനം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതേ റൂട്ടിൽ തന്നെ നല്ല വോൾവോ സൂപ്പർ ഫാസ്റ്റ് ലക്ഷറി ബസ്സുകളിലും വരുന്ന കാണാൻ പറ്റും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വല്ലാത്തൊരു കാര്യം തന്നെ അല്ലേ? എടാ സുമേഷേ, നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ അതേ സ്കൂളിൽ പഠിച്ച അശ്വതീനെ ഓർമ്മയുണ്ട് എനിക്ക്. അറിയാവുന്ന പഠിക്കുന്ന സമയത്തോളം ഭൂലോക കോഴിയായിരുന്നില്ല സുജീഷേ? എത്ര ആൾക്കാരുടെ കൂടെ കറങ്ങി നടന്ന് പൈസ കൂട്ടുന്നത് ഞാൻ കണ്ടതാ അല്ലേ സുനി? അത് തന്നെ. ഇവൻ നമ്മളെക്കാൾ ഒരു കൊല്ലം സീനിയർ അല്ലേ? ഇവൻ്റെ അടുത്ത് എത്ര കുറ്റിക്കുന്ന പൊറോട്ടയും ഇറച്ചിയും ലൈമ് പപ്സ് അല്ലേ? അങ്ങനെ എന്തുമാത്രം സാധനങ്ങൾ അടിച്ചു മാറ്റി തിന്നത് ഇല്ലടാ? ആദ്യമല്ലേ നമുക്ക് പൊറോട്ട ഇറച്ചില്ല കൊടുത്തേക്ക്, പിന്നെ ഇവള് കോഴിയാന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ സാലറി അയക്കാൻ. അതെന്തായാലും നന്നാക്കി. എന്തായാലും ഓള കാര്യം ഇപ്പൊ പറയാന്? എടാ, ഓളുമായിട്ട് എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തെന്ന് പറയാനാ ഞാൻ വന്നത്. എടാ, അവൾ ഇപ്പം ഭയങ്കര ഡീസൻ്റാന്ന് തോന്നുന്നു. പിന്നെ ആരെയായാലും പഴയ കാര്യങ്ങളിൽ ചകഞ്ഞു നോക്കിയാൽ ജന്മത്തിൽ പെണ്ണ് കെട്ടിലുണ്ടാവൂല എന്ന് വെച്ച് കണ്ട കോഴി പെണ്ണുങ്ങളെല്ലാം കല്യാണം കഴിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റും സുമേഷേ? എടാ, ഇങ്ങനെന്താണ് ഈ പുലമ്പുന്നത്? എന്നാലും ഒരു വണ്ടി മേടിക്കുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി നോക്കണ്ടേ? എന്നാലല്ലേ വണ്ടി വഴി കിടക്കാതെ ഓടുമെന്ന് അറിയാൻ പറ്റൂ. എടാ, അങ്ങനെയൊന്നും ഇല്ല. ഇനി എന്താ നീ പറയുന്നത്? എടാ, ഓളിപ്പോൾ അത്യാവശ്യം നല്ല കുട്ടിയൊക്കെ തന്നെയാ. എല്ലാം നന്നായി വരുവാടാ. ഇനി ചെല്ല്, ഡീസൻ്റ് കുട്ടിയാ. എന്നാ ശരി. ഇനി എന്ത് പണ്ടാടാ ഈ പറയുന്നത്? ഓനെത്ര വയസ്സാന്ന് അറിയാം? എനിക്ക് 40 വയസ്സായി, ഇതുവരെ പെണ്ണ് കിട്ടിയില്ല. എൻ്റെ അമ്മ കമലമ്മ എത്ര കാലമായെന്ന് അറിയാം പെണ്ണ് വേണ്ടി നടക്കുന്നത്. അന്നേരം ഈ ചൊലക്കല വർത്തനം പറഞ്ഞ് അത് കൊളാക്കിയില്ലേ? അത് ശരി, ഇഞ്ഞല്ലോ ആദ്യം പറഞ്ഞേ. എടാ, അത് ഞാൻ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ കാര്യം മനസ്സിലായപ്പോൾ ഞാൻ മാറ്റി പിടിച്ചില്ലേ? ഇനി പോകാൻ കമലമ്മേനെ അടുത്ത് പോയിട്ട് കാര്യങ്ങളും വിളിച്ച് പറയല. ദൈവമേ, നോക്കി കല്യാണം കഴിച്ചില്ലെങ്കിൽ ഓൻ വീടിന് കാവല് കണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ.